ഹലോ അസ്സലാമലൈക്കും. ഇപ്പം എന്തൊക്കെ എല്ലാവരും വർത്താനം സുഖല്ലേ? പിന്നെ സമയം എന്ത് പെട്ടെന്നല്ലേ പോകുന്നത്. ശരിയാണ്, കിയാമത്ത് നാളെടുത്താൽ സമയമൊക്കെ പെട്ടെന്ന് പോകും. പക്ഷെ എന്താ ഏർ, ആ പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഒരു ഹജ്ജ് ചെയ്യണമെങ്കിൽ ഒരു ഉംറ ചെയ്യണമെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ കപ്പലെടുത്ത് വരുമ്പോൾ എത്ര ദിവസം എടുക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഈ മീൻ പണ്ടത്തെ ഒട്ടകം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തന്നെ മാസങ്ങളോളമൊക്കെ എടുത്തിട്ടല്ലേ ഹജ്ജ് ഉംറ ഒക്കെ ചെയ്യാം. എന്ത് തന്നെ ആയാലും അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പം എന്താ വിവരം അറിയണമെങ്കിൽ കുറേ ഒന്നെങ്കിൽ പക്ഷി അങ്ങനത്തെ ഒക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ കാര്യങ്ങൾ അറിയാനുള്ള ഇത് പെട്ടെന്നാക്കി തന്നില്ല. ഒക്കെ പഠിച്ചണ ഓരോന്ന് കറക്റ്റ് എന്താ പറയുക ആ ടൈം ആകുമ്പോൾ സാധ്യത വരണം അപ്പോഴേ ഉള്ളൂ. അതായത് അങ്ങനെ ഓരോ ഇതിന് ടൈം ബേസ്ഡ് ആയിട്ട് ഓരോന്ന് എന്താ റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് അതന്നെ നമ്മൾ പറയും സമയമില്ല നമ്മളെ ജസ്റ്റ് ഇപ്പം ഞാൻ എൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കി. അതായത് ഒന്ന് സമയം പെട്ടെന്ന് പോകും, ഫാസ്റ്റാണ് നമുക്ക്. കാരണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നാമത് നമുക്ക് സമയം പോകുന്ന അറിയില്ല. നിങ്ങളൊരാൾ ഇത് കുറച്ചൊരു വയസ്സായ വല്യമ്മമാരോടെയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത, ഫോൺ യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇതൊന്നും ചെയ്യാത്ത, അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കും, സമയം പോവില്ല. നമ്മളിപ്പോൾ ചില സമയത്ത് പനിയൊക്കെ പിടിച്ചാൽ നമ്മളിപ്പോൾ ഫോണിൽ ഉപയോഗിക്കില്ല. അങ്ങനെ എപ്പോഴൊക്കെ നമുക്ക് സമയം പോയില്ലല്ലോ. കാരണം നമുക്ക് സമയം, അതായത് അപ്പോഴാണ് നമ്മൾ സമയത്തിന് അറിയുന്നത്. മറ്റേത് നമ്മൾ അറിയില്ല, മറ്റേത് നമ്മളെന്തോ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ സമയത്തിന് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരിക്കും എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇനി സമയത്തിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഫോണ് കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് അതായത് ഇങ്ങനെ ഒരു 10 മിനിറ്റ് തുറന്ന്, അല്ലെ ഒരു 5 മിനിറ്റ്, അല്ലെ 2 മിനിറ്റ് തുറന്ന് അങ്ങനെ കളിക്കരുത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരാറില്ല 2 മിനിറ്റ് തുറന്ന് അങ്ങനെ വെച്ചിട്ടാണ് ഈ കുറേ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ 3 മണിക്കൂറോളായാലും പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു 1.5 മണിക്കൂറോളം എഡിറ്റിങ്ങിന് പോയിണ്ടാവും. പിന്നെ യൂട്യൂബ് ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും. ടൈം ടോട്ടൽ എനിക്ക് എന്തായാലും ഒരു 5 മണിക്കൂറുണ്ട്. പിന്നെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറായിട്ട് ലാപ്ടോപ്പ് ഉണ്ട്. 6 മണിക്കൂറോളം സ്ക്രീൻ ടൈം ഉണ്ട്. നമ്മൾ സമയമില്ല എന്ന് പറയുന്നതല്ല, നമുക്ക് എന്താ പറയുക നമ്മളെ കാര്യങ്ങൾ നമ്മളൊന്ന് തെർത്തീവാക്കാനുള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് നിൽക്കാതെ കാര്യങ്ങൾ ചെയ്യുക. അതിന് പറ്റിയൊരു ഐഡിയ ഫോണ് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതാക്കി വെക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് വിളിക്കാണ്ടാവും, എഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച്, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കൽ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാക്കി അങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഇതാക്കിയാൽ സെറ്റാണ്. അതായത് പഠിച്ചാൽ സമയം പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഉംറ ചെയ്യണമെങ്കിൽ, നാട്ടിൽ നിന്ന് ഉംറ ചെയ്യണമെങ്കിൽ വേണമെന്ന് വെച്ചാൽ രാവിലത്തെ ഫ്ലൈറ്റ് എടുക്കുക, വരിക, ഉംറ ചെയ്യുക. അതായത് ഞാൻ ഇത് പറയാം കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ഇതാക്കി പറയില്ല. ഇത് ഉംറ ചെയ്യുക, തിരിച്ചു പോവുക. ഒരു ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞ് ഇത്രയും കിലോമീറ്റർ ഇത്രയും ദൂരമുള്ള സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തും. അപ്പം അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, സമയമില്ല എന്ന് പറയാതെ കാര്യങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ്.